ഈ സീസണിലെ ഏക എൽ ക്ലാസിക്കോ ഇന്ന് വാങ്കഡയിൽ. IPL-ലെ തുല്യശക്തർ ഏറ്റുമുട്ടുമ്പോൾ ക്വാളിറ്റിയിലും വ്യൂവർഷിപ്പിലും പുതിയ ഉയരം കുറിക്കുമെന്നുറപ്പാണ്. സാധാരണ എല്ലാ സീസണിലും 2 തവണ ലീഗ് സ്റ്റേജിൽ ടീമുകൾ ഏറ്റുമുട്ടാറുണ്ട്. എന്നാൽ ഗ്രൂപ്പ് സിസ്റ്റം വന്നതോടെ നില മാറി. ഇത്തവണ ചെന്നൈയും മുംബൈയും വ്യത്യസ്ത ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് ഒരു മത്സരം മാത്രമേ ഇവർ തമ്മിലുള്ളൂ. ഒരേ ഗ്രൂപ്പിലുള്ളവർ 2 തവണ മത്സരിക്കും. എൽ ക്ലാസിക്കോ മാച്ചുകളിൽ വളരെ യുണീക്കായ ഒരു റെക്കോർഡിനരികെയാണ് മുംബൈ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. മുംബൈ ചെന്നൈ മാച്ചുകളിലെ ഹയസ്റ്റ് റൺ ഗെറ്റർ എന്ന നേട്ടം CSK താരം സുരേഷ് റെയ്നയുടെ പേരിലാണ്. 32 മാച്ചുകളിൽ 736 റൺസ്. ഈ റെക്കോർഡാണ് ഹിറ്റ്മാന്റെ കയ്യെത്തും ദൂരത്തുള്ളത്. 732 റൺസോടെ ലിസ്റ്റിൽ 2ാം സ്ഥാനമാണ് നിലവിൽ രോഹിത്തിന്. ഇനി വേണ്ടത് വെറും 5 റൺസ് മാത്രം. 6 ഫിഫ്റ്റികളും 28.3 ആവറേജും റെയ്നയുടെ പേരിലുണ്ട്. 7 ഫിഫ്റ്റികളാണ് രോഹിത്തിന്. ആവറേജ് 28.15. 712 റൺസോടെ MS ധോണിയാണ് ലിസ്റ്റിൽ 3ാമത്. എന്നാൽ റെക്കോർഡ് തകർക്കാൻ വേണ്ട സമയം MS ധോണിക്ക് മാച്ചിൽ കിട്ടിയെന്ന് വരില്ല. 2-3 ഓവറുകൾ ബാക്കി നിൽക്കെ മാത്രമാണ് MS ധോണി ബാറ്റിംഗിന് ഇറങ്ങാറ്. ആവറേജിൽ ചെന്നൈ മുൻ നായകൻ ബഹുദൂരം മുന്നിലാണ്. 37.47. 3 ഫിഫ്റ്റികളും സ്വന്തം പേരിലുണ്ട്. റൺ ഗെറ്റേഴ്സ് ലിസ്റ്റിൽ 4ാമതുള്ള അമ്പട്ടി റായിഡു 2 ടീമിനു വേണ്ടിയും ബാറ്റ് ചെയ്തിട്ടുണ്ട്. 664 റൺസാണ് 33 മാച്ചുകളിൽ റായിഡു നേടിയത്. 2010 മുതൽ 17 വരെ മുംബൈയിലായിരുന്നു താരം. 18 മുതൽ ചെന്നൈയിലും. കഴിഞ്ഞ സീസൺ ഒടുവിലാണ് വിരമിച്ചത്. മുംബൈയുടെ കേരൺ പൊളാർഡും IPL എൽ ക്ലാസിക്കോയിൽ മികച്ച റെക്കോർഡുള്ള ബാറ്ററാണ്. 29 മാച്ചുകളിൽ 636 റൺസ്. 170-നടുത്ത സ്ട്രൈക്ക് റേറ്റാണ് മറ്റൊരു പ്രത്യേകത. പുതിയ യങ്ങായ ഒരുപാട് പ്ലെയേഴ്സ് ലോങ് ടേമിലേക്ക് 2 ടീമിലും എത്തിയിട്ടുണ്ട്. ഋതുരാജ് ഗെയ്ക്വാദ്, ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ, കിഷൻ തുടങ്ങിയവർക്കൊക്കെ ഈ റെക്കോർഡ് തകർക്കാൻ വലിയ അവസരവുമുണ്ട്. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.